കിട്ടാറില്ല. പക്ഷെ RCM നല്ല രീതിയിൽ പ്രവർത്തനം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഇൻകം ടീം ബിൽഡിങ്ങിലൂടെ കിട്ടുന്നത്. ഞാൻ നല്ല കാര്യം ചെയ്തു, എൻ്റെ കൂട്ടുകാരോടും എൻ്റെ റിലേറ്റീവ്സിനോടും നൈബേഴ്സിനോടും സ്ട്രേഞ്ചേഴ്സിനോടും കാണുന്നവരോടും എല്ലാം RCM പറയാൻ തയ്യാറായി കഴിഞ്ഞാൽ ഗോപാൽ സാറേ നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാം. നോക്കാം, നമുക്ക് ടീം ബിൽഡിങ്ങിലൂടെ നമുക്ക് കിട്ടുന്ന ഇൻകം എങ്ങനെയാണ്. ഈ ഒരു എന്താ ഒരു പെർസെൻറ്റേജ്, പർച്ചേസ് വോളിയത്തിന്റെ പെർസെൻറ്റേജ് എന്തായാലും എല്ലാവരും എഴുതി വെക്കാം, പഠിക്കാം. കാരണം നമ്മൾക്ക് വരുമാനം കിട്ടുന്ന ഏത് എത്ര പർച്ചേസ് വോളിയം എത്തുമ്പോഴാണ് വരുമാനം കിട്ടുന്നത്. 100 PV വരുമാനം കിട്ടുമോ? ഇല്ല. 5000 PV സ്റ്റാർട്ട് ചെയ്താൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് 5000 PV ആണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ 2% കിട്ടും. അപ്പൊ എത്ര രൂപ കിട്ടി? 100 രൂപ കിട്ടി അല്ലേ? നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് 100 രൂപ കിട്ടി. ഇതേ രീതിയിൽ തന്നെ 10,000-ന് 20,000-ന് 4%, 40,000-ന് 7%, അതോടൊപ്പം തന്നെ അടുത്ത 70,000 69,999, 9%, 1,14,999, 12% വരെ 5,000 തുടങ്ങി 3.5 ലക്ഷം വരെ. നേരത്തെ നമ്മൾ 22% 2 തുടങ്ങി 22% വരെ PV ഡിസ്ട്രിബ്യൂഷനിലൂടെ കിട്ടുന്നത് ഈ ഒരു ടേബിൾ ആണ്. ഇത് കാണാതെ പഠിക്കാം. ഓരോ ടേബിൾ വരുന്നതും 2%, 2.5% വെച്ച് കൂടിക്കൊണ്ടിരിക്കും. 2 തുടങ്ങി 22% വരെ നമ്മളൊരു ഉൽപ്പന്നം മേടിച്ചു കഴിഞ്ഞാല് നമുക്ക് PV കമ്മീഷൻ, PV ഇൻസെന്റീവ് കിട്ടുള്ളൂ. നോക്കാം, നമുക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ച് 1000 PV ആണ് ചെയ്യുന്നതെങ്കിൽ, ഒരു വ്യക്തി പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഒരു വ്യക്തി 1000 PV ആണ് ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തി കിട്ടുന്നതെന്ന് പറഞ്ഞാല് ആ വ്യക്തി 1000 PV ഒരു മാസം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമോ? ഇല്ല. കൺസിസ്റ്റൻസി, നിരന്തരമായിട്ട് വീട്ടിലേക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന ഒരാളായി മാറി 6 മാസം തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 12% കിട്ടും. 12% എന്ന് പറയുമ്പോൾ 120 രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഫ്രീ പ്രൊഡക്ട്സ് ആയിട്ട് കിട്ടും. 6 മാസം എന്ന് പറയുമ്പോൾ എല്ലാവരും ഫ്രീ പ്രൊഡക്ട്സ് 6 മാസം കഴിയുമ്പോൾ കിട്ടുമെന്ന് പറയും. 6 മാസം കഴിയുമ്പോഴാണ് കിട്ടുന്നത്. അല്ല, 8ാമത്തെ മാസമാണ് നമുക്ക് ഫ്രീ പ്രൊഡക്ട്സ് കിട്ടുന്നത്. അപ്പൊ 6 മാസം കഴിയുമ്പോൾ ഒരിക്കലും പറയരുത് കൺസിസ്റ്റൻസി 6 മാസം, ഫ്രീ പ്രൊഡക്ട്സ് കിട്ടുന്നത് 8ാമത്തെ മാസം, അല്ലെങ്കിൽ വിളി വരും. 6 മാസം കഴിയുമ്പോൾ വിളി വരും, സാറേ മാഡം എനിക്ക് ഫ്രീ പ്രൊഡക്ട്സ് കിട്ടിയില്ലെന്നും പറഞ്ഞല്ലേ. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാം. അപ്പോ നമ്മുടെ കമ്പനിയുടെ വരുമാനം സ്റ്റാർട്ട് ചെയ്യുന്ന 5000 PV എങ്ങനെ ചെയ്യാം? ഡയമണ്ട് ക്ലബിലൂടെ. ഇത് രാവിലെ ആണെങ്കിലും ഒക്കെ ലീഡേഴ്സ് ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്താണ് ഡയമണ്ട് ക്ലബ് എന്നും ഡയമണ്ട് ക്ലബ് ചെയ്താലുള്ള നേട്ടം എന്താണെന്നും. ഇന്ന് RCMലൂടെ കൃത്യമായിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ഓരോ അച്ചീവ്മെന്റ് വന്നിരിക്കുന്ന ലീഡേഴ്സിനെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മിനിമം ഡയമണ്ട് ക്ലബ് ചെയ്യുന്ന ഒരു വ്യക്തികളായിരിക്കും അല്ലെ. 1ാം തീയതി തുടങ്ങി 10ാം തീയതിക്ക് മുമ്പായിട്ട് 5000 PV ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി പുതിയതായിട്ട് ആരും വന്നിട്ടുണ്ട്, ആദ്യമായിട്ട് RCMന്റെ പ്രോഗ്രാം കേൾക്കുന്നത് വേണോ? വേണം കേട്ടിട്ടുണ്ടോ? പുതിയ പ്രോഗ്രാം വേറെ കേട്ടിട്ടുണ്ടോ? മാഡത്തിന്റെ പേരെന്താ? സിരി മാഡം പുതിയതായിട്ട് ഒരു ID നമ്പർ എടുത്തു. മാഡത്തിന്റെ വീട്ടിലേക്ക് എല്ലാ ഉൽപ്പന്നങ്ങളും വാങ്ങി. എല്ലാ ഉൽപ്പന്നം എന്ന് പറഞ്ഞാല് 100% RCM ഉൽപ്പന്നം. കാരണം എന്താണ്? നമ്മൾ പുറത്തുനിന്ന് പോയി വാങ്ങിച്ചു എന്തെങ്കിലും വരുമാനം കിട്ടുന്നുണ്ടോ? ഒന്നും കിട്ടുന്നില്ല. RCMന്റെ ആണെങ്കിൽ നമുക്ക് ഫ്രീ പ്രൊഡക്ട്സ് കിട്ടും, നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം, മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും റേറ്റ് കുറവും കിട്ടും. നോക്കാം, സിജി മാഡം ഇവിടെ ജോയിൻ ചെയ്തു, 5000 PV ഒരു മാസം ചെയ്തു. മാഡത്തിന് കിട്ടുന്നത് എത്രയാ? 2% കിട്ടും. 2% എന്ന് പറഞ്ഞാൽ 100 രൂപ മാഡത്തിന്റെ അക്കൗണ്ടിലേക്ക് വരും. ശ്രദ്ധിക്കുക, 5000 PV ചെയ്താൽ മാത്രമാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരുള്ളൂ, അല്ലെങ്കിൽ കമ്പനി ഫ്രീ പ്രൊഡക്ട്സ് ആയിട്ട് തരുള്ളൂ. 5000 PV ചെയ്തു. അപ്പൊ ആവറേജ് 5000 PV 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ കമ്പനി പറയുന്നുണ്ട് 5000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ തരാന്ന് പറയുന്നത്. അത് ഒരു മാസത്തെ നമ്മൾ നോക്കാം. 6 × 5000 അല്ല 6 × 5000 കൂട്ടുമ്പോൾ എത്ര? 833. ആവറേജ് ഒരു മാസം ഫ്രീ പ്രൊഡക്ട്സ് കിട്ടും. അപ്പൊ 100 രൂപ ക്യാഷ് ആയിട്ട് കിട്ടും, 833 രൂപ ഫ്രീ പ്രൊഡക്ട്സ് കിട്ടും 5000 PV ചെയ്യുകയാണെങ്കിൽ. നെക്സ്റ്റ്, സിജി മാഡം ജോയിൻ ചെയ്തു. മാഡത്തിന് ഇഷ്ടപ്പെട്ടു, ഉൽപ്പന്നങ്ങൾ ഇഷ്ടപ്പെട്ടു, RCMന്റെ കമ്പനി എന്താ പറയാ പ്രോഗ്രാമുകൾ കേട്ടു, വളരെ ആക്റ്റീവായി. മാഡം ചെയ്ത രീതിയിൽ തന്നെ കുറച്ച് പേരോട് പറഞ്ഞു. മാഡം ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാല് ഒരാൾ വരില്ല, ജോയിൻ ചെയ്യില്ല. മിനിമം ഒരു 10 പേരോടെങ്കിലും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതിൽ ഒരാൾ ജോയിൻ ചെയ്യും. ഇതാണ് കറക്റ്റ്, ശരിയല്ലേ? നമ്മൾ കുറെ ആളുകളോട് വ്യക്തമായിട്ട് പറഞ്ഞില്ല, അതിലൊരാളെ മാഡം സെലക്ട് ചെയ്ത് ജോയിൻ ചെയ്തു. മാഡം ജോയിൻ ചെയ്തു. മാഡത്തിന് 5000 PV വീണ്ടും ചെയ്തു. ഉണ്ടെന്ന ആ വ്യക്തി 5000 PV ചെയ്തു. അപ്പൊ നിങ്ങൾ ടീമിൽ എത്ര പേരായി? 2 വ്യക്തികളായി അല്ലേ? മാഡത്തിന് എത്രയാണ്? മാഡത്തിന്റെ ഇൻകം എത്രയാണ് നോക്കാം. എത്രയായി? PV എത്രയായി? മാഡത്തിന്റെയും ഉണ്ടെന്ന ആളിനെയും 5000 PV വെച്ച് എത്രയായി?
10,000 PV ആയി. 10,000 PVക്ക് നമ്മൾ നേരത്തെ ഒരു സ്ലാബ് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? 2.4 4% എന്ന് പറഞ്ഞാല് 450. 450 രൂപ ഈ വ്യക്തിക്കും മാഡത്തിനും മാഡം കൊണ്ടുവന്ന വ്യക്തി കൂടി ഉള്ളതാണ്. മാഡത്തിന് മാഡത്തിന് ആദ്യം 100 രൂപ കിട്ടിയ രീതിയിൽ തന്നെ ഈ വ്യക്തിക്ക് 100 രൂപ കൊടുക്കണം അല്ലേ? 5,000 PV ചെയ്തിട്ടുണ്ട്. അപ്പൊ 5,000 PV 450 എനിക്ക് രണ്ടുപേരിലും തരുമ്പോ 450 കിട്ടിയ ടോട്ടൽ കിട്ടിയതിൽ നിന്ന് ആ വ്യക്തിക്ക് കൊടുത്തിട്ട് 100 രൂപ കൊടുത്തതിന് ശേഷം 350 രൂപ മാഡത്തിന് കിട്ടി. മാഡം ആദ്യം 5,000 PV ചെയ്തപ്പോ എത്ര കിട്ടി? 100 രൂപ കിട്ടി. രണ്ടാമത് 5,000 PV ചെയ്തപ്പോ രണ്ടാമത്തെ മാസം എത്ര കിട്ടി? 350 കിട്ടി അല്ലേ? ഇങ്ങനെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത് പോകുമ്പോ നമ്മള് ടോട്ടൽ PV 20,000. ബിസിനസ് നമ്മൾ കൂടുമ്പോ വരുമാനം കിട്ടുമ്പോ നല്ല ഉൽപ്പന്നങ്ങളാണെന്ന് പറയുമ്പോ നമ്മൾ കൊടുത്ത ആളുകൾ വീണ്ടും തരാനായിട്ട് പറയുമ്പോ അല്ലേ കോൺഫിഡൻസ് ലെവൽ കൂടി. ശരിയല്ലേ മാഡം? അല്ലേ? കറക്റ്റ് അല്ലേ? നമ്മൾ പല്ലുവേദന മാറി ഇതൊക്കെ റിസൾട്ടുകൾ പറയുമ്പോൾ നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് വരും, കൂടുതൽ ആളുകളോട് പറയാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ ടീമില് സിജി മാഡത്തിന് കൂടെ 3 പേരും കൂടി ജോയിൻ ചെയ്തു. ഒരു 3-ാമത്തെ മാസം നോക്കാം നമുക്ക് മാഡത്തിന് എത്ര കിട്ടുമെന്ന് നോക്കാം. 1,400 ആണ് നിങ്ങൾക്ക് 4 വ്യക്തികൾക്കും കൂടി കമ്പനി തരുന്നത്. എത്ര PV ചെയ്തിട്ടുണ്ട്? 4 പേരും കൂടി 20,000 PV ചെയ്തിട്ടുണ്ട്. 20,000 PV കൂടുമ്പോ പെർസെന്റേജ് കൂടി. എത്ര? 7% വന്നു അല്ലെ? 7% എന്ന് പറയുമ്പോ 20,000ന്റെ 7% എന്ന് പറയുമ്പോ 1,400 ടോട്ടലി. അതില് ഈ 3 വ്യക്തികൾക്ക് കൂടി പൈസ കൊടുക്കണം. ഈ 3 വ്യക്തികളെ ഒരുമിച്ച് കൂട്ടിയിട്ട് കമ്പനി ഇവിടെ 4% 675 രൂപ 3 വ്യക്തികൾക്ക് കൊടുത്തു. മാഡത്തിന് എത്ര കിട്ടും? 1,400 നിന്ന് 675 കുറച്ചു. എത്രയായി? 725. 3-ാമത്തെ മാസം എത്രയായി? 725 രൂപയായി. ഫ്രീ പ്രൊഡക്ട്സിന്റെ 833 കൂടി 1,558 ആയി. കാരണം ഒരു ബിഗിനർ ലെവലും കൂടി കമ്പനിയുടെ ആദ്യത്തെ ഒരു ചവിട്ടുപടിയും കൂടിയാണ് അജീവ് സാറേ. ബിഗിനർ ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ സ്വന്തം ഐഡിയയിൽ 5,000 PVയും കൂടെ അസോസിയേറ്റ്സ് ആയിട്ട് വരുന്നവരെ 15,000 PV ചെയ്യിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ടോട്ടൽ 20,000 PV വരും. കമ്പനിയുടെ ആദ്യത്തെ ലെവലാണ്. എത്ര പേരുണ്ട് PV ബിഗിനർ അച്ചീവേഴ്സ് ഒന്ന് ഹാൻഡിൽ ചെയ്യാമോ? മാഡം ബിഗിനറാണ് അല്ലേ? മാഡം കഴിഞ്ഞ മാസം ബിഗിനറായി. അപ്പൊ ബിഗിനർ അച്ചീവേഴ്സിന് വേണ്ടിയിട്ട് നല്ലൊരു ഐഡിയ നമുക്ക് കൊടുക്കാം. കാരണം ഇവരെയാണ് നമ്മൾ ആദ്യം ശരിക്കും പ്രോത്സാഹിപ്പിക്കേണ്ടത്. ആദ്യത്തെ പടിയിൽ നിന്നാണ് 21-ാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുന്നത്. ഓക്കെ, താങ്ക് യു മാഡം. നോക്കാം നമ്മുടെ അടുത്ത ലെവൽസ്. അപ്പൊ അടുത്ത ലെവലിൽ ബിഗിനർ കഴിഞ്ഞു. നമ്മളുടെ നെക്സ്റ്റ് ലെവലാണ് സ്റ്റാർട്ടർ ലെവൽ. സ്റ്റാർട്ടർ എന്ന് പറയുമ്പോൾ അതിന്റെ ഇവിടെ കാണിച്ചിട്ടുണ്ട് 40,000 PV ടോട്ടൽ വരികയും സെൽഫ് അല്ലെങ്കിൽ ബി സൈഡ് 10,000 PV. ഇപ്പൊ സെൽഫാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു ലെവലിലേക്ക് നമ്മൾ സെൽഫ് മാത്രം ചെയ്താൽ മതി. നോക്കാം നമുക്ക് എത്ര കിട്ടും എന്നുള്ളത്. ഇവിടെ 40,000-ന്റെ 9%. 9% എന്ന് പറയുമ്പോൾ എത്രയായി? 3,800. മാഡം ബിസിനസ് കൂടി അല്ലേ? 750 കിട്ടി, 1,558 ആയി. 1,558 വെറുതെ ഇരിക്കോ? പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന ജോലിയോടെ ചെയ്താൽ മതി. വേറെ എക്സ്ട്രാ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്താൽ മതി. അപ്പൊ നമ്മൾ നോക്കാം സ്റ്റാർട്ടർ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ 40,000 PV വന്നു. നമ്മുടെ ടീമില് മാഡം ഒരു 10,000 PV ചെയ്യുന്ന ഒരാളായി മാറി. ആദ്യം 5,000 ആണ് ചെയ്തത്. ഉൽപ്പന്നങ്ങൾ സെയിൽ ചെയ്തു, അതിനെ കുറിച്ച് മനസ്സിലാക്കി, കമ്പനിയിൽ നിന്ന് വരുമാനം കൂടുതൽ കിട്ടുന്നു തീരുമാനം എടുത്തിട്ടപ്പോ കോൺഫിഡൻസ് ആയി 5,000 നേരെ 10,000-ലേക്ക് PV-യിലേക്ക് കടന്നു. നമ്മുടെ ഡ്രസ് മെറ്റീരിയൽസും ഫുഡ് സപ്ലിമെന്റ്സും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഒക്കെ ഒരു മാസത്തേക്ക് ഉപയോഗിച്ച് ഏകദേശം ഈ ഒരു PV-യിലേക്ക് എത്തിക്കാൻ സാധിക്കും. അങ്ങനെ മാഡം സെൽഫ് ഐഡിയയിൽ 10,000 ചെയ്തു. കൂടെ കുറച്ച് മെമ്പേഴ്സിനെ ജോയിൻ ചെയ്യിപ്പിച്ചു. അങ്ങനെ 30,000 PV ചെയ്യുന്ന കുറച്ച് 5,000 ചെയ്യുന്നതും 2,000 PV ചെയ്യുന്നതും 1,500 PV അങ്ങനെ കൺസിസ്റ്റൻസി ആയി കുറച്ച് ആളുകളായിട്ട് ജോയിൻ ചെയ്യിച്ചോ. എത്രയായി? 10,000 പ്ലസ് 30,000 40,000 PV ആയി. 40,000 PV എന്ന് പറയുമ്പോൾ അതിന്റെ 9% 3,800 രൂപ മാഡത്തിന്റെ ടീമിലുള്ള എല്ലാവർക്കും കിട്ടി. മാഡത്തിന് എത്ര കിട്ടണം? ഈ വരുന്ന വ്യക്തികൾ എത്ര 30,000 ചെയ്തിട്ടുണ്ട്. അവർക്ക് 7% കൊടുക്കണം. ഇത് 2,100 അവർക്ക് കൊടുത്തതിന് ശേഷം മാഡത്തിന് കിട്ടുന്ന ഇൻകം എത്രയാണ്? 1,700 ആയി. നെറ്റ് ടോട്ടൽ ഇൻകം എത്രയാണ്? 2,533 രൂപ. നമ്മളിവിടെ എന്താണ് ചെയ്തത്? ചെയ്യുന്ന ജോലിയോടൊപ്പം ചെയ്യുന്ന ജോലിക്ക് യാതൊരു കോട്ടവും സംഭവിക്കാതെ ചെയ്തത് അല്ലെ? ഒരു പാർട്ട് ടൈം ജോബായിട്ട് ആർസ്യം തെരഞ്ഞെടുക്കുന്നതും ആർസ്യം ചെയ്യുന്ന ആളുകളെല്ലാം ഇതേ രീതിയിൽ തന്നെ. ഞാനും അങ്ങനെ തന്നെയാണ്. കാരണം ആർസ്യത്തിലേക്ക് ആദ്യം വരുമ്പോൾ നമുക്ക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതെല്ലാം ഇൻകം കിട്ടുള്ളൂ.
ശരിയല്ലേ? അങ്ങനെ നമ്മൾ കൂടി 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 വന്നു ഇവിടെ 2533. പിന്നെ നെക്സ്റ്റ് ലെവല്, അടുത്ത ലെവലാണ് ഞാൻ പറഞ്ഞില്ലേ കമ്പനിയുടെ ഒരു എന്താ പറയാ ബോണസ് കിട്ടുന്ന ലെവല്. നോക്കാം നമുക്ക്. ഓപ്പണർ ടോട്ടൽ PV 70,000, സെൽഫ് ബി സൈഡ്. ഇവിടെ വരുമ്പോൾ നമ്മളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മൾ നല്ല ആക്റ്റീവ് മെമ്പേഴ്സ് ആയി, കാര്യങ്ങൾ പഠിക്കുന്ന ഒരാളായി മാറി, മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്ന ആളായി മാറി. നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ കേൾക്കുന്ന ഒരാളാണെങ്കിൽ ഓപ്പണർ ലെവലിൽ എത്തുമ്പോൾ പറയുന്ന ഒരാളും കൂടി ആയിട്ട് മാറണം. കമ്പനിയുടെ പ്ലാൻ പറയണം, പ്രൊഫൈല് പറയണം, ഉൽപ്പന്നങ്ങളെ കുറിച്ചുള്ള വില നിലവാരം ഇതെല്ലാം പറഞ്ഞ് വളരെ കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കുന്ന ഒരാള് ഓപ്പണർ ലെവലിലേക്ക് ആവും. സ്വന്തം അധ്വാനം കൊണ്ട് തന്നെ ഓപ്പണർ ലെവൽ ആവണം. അങ്ങനെ ആവുകയാണെങ്കിൽ അടുത്ത ലെവലിലേക്ക് വളരെ സിമ്പിൾ ആയിട്ട് കയറാൻ സാധിക്കും. അപ്പൊ അത് നമ്മുടെ ടീമിൽ ടോട്ടല് ഇവിടെ 5000 PV സെൽഫ് ഐഡി ചെയ്തു. നമ്മളിവിടെ 50,000 PV നമ്മളുടെ ഇത് ഒരു സൈഡായിട്ട് മാറി. ഓപ്പണർ ലെവലിലേക്ക് വരുമ്പോൾ എ സൈഡ്, ഇവിടെ ബി സൈഡ്. ബി സൈഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാല് നിങ്ങളുടെ ലീഡേഴ്സ് പറയും എപ്പോഴാണ് ബി സൈഡ് ചെയ്യേണ്ടത്. നിങ്ങൾ ബി സൈഡ് ചെയ്യാൻ ഒരു കപ്പാസിറ്റി ഉള്ള ഒരാളായിട്ട് മാറുമ്പോൾ നിങ്ങളോട് പറയും നിങ്ങൾ ബി സൈഡ് ചെയ്തോ. എപ്പോഴാണ് ലീഡർ എന്ന് പറയുന്നത് അപ്പൊ ചെയ്താൽ മതി ബി സൈഡ്. ആർഷിപ്പ് സിസ്റ്റം അതാണ്. ലീഡർ എന്താണ് പറയുന്നത് കൃത്യമായിട്ട് കേൾക്കുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അങ്ങനെ ലീഡേഴ്സ് പറയുന്നത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പടികളും ഓരോ ലെവൽസ് എത്താൻ സാധിക്കും. നോക്കാം നമുക്ക് ഓപ്പണർ ലെവലിൽ എത്തിയ ഒരാളുടെ ഇൻകം എങ്ങനെയാണെന്ന് നോക്കാം. ടോട്ടൽ PV എന്ന് പറയുന്ന കമ്പനി നമ്മൾ പറയുന്നത് 70,000 PV ആണ് കമ്പനി പറയുന്നത്. 70,000 PVയുടെ 12% ടോട്ടൽ ഈ ഒരു ഓപ്പണർ ആയിട്ടുള്ള ആ ടീമിന് മൊത്തം തരെയാണ്. അതിൽ എത്ര ഇടുന്നത് 8,400. അതിൽ എ ഗ്രൂപ്പിന് കൊടുക്കുന്ന 50,000ന്റെ 9% 4,750. ഇവിടെ ഒരു ബി സൈഡ് വന്നിട്ടുണ്ട്. ബി സൈഡിന്റെ 15,000ന്റെ എത്രയാണ് 4% 675. അപ്പോ സിജി മാഡത്തിന്റെ വരുമാനം എത്രയായി 2,975 നെറ്റ് ഇൻകം. കൂടാതെ കമ്പനി പറയുന്നുണ്ട് ഈ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മന്ത്ലി ബോണസും തരാം, ഇയർലി ബോണസും തരാം. മാഡത്തിന് മന്ത്ലി ബോണസ് സ്റ്റാർട്ടായി, മന്ത്ലി ബോണസിന്റെ ഇൻകം സ്റ്റാർട്ടായി. മന്ത്ലി ഇൻകം 450 ആണെങ്കിൽ ഇയർലി ബോണസും 450 ആയി. അപ്പൊ എത്രയായി? ഓപ്പണർ ലെവലിലേക്ക് വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഫ്രീ പ്രൊഡക്ഷൻ കൂടി ഏകദേശം ഒരു 4,708 രൂപയായി. കോൺഫിഡൻസ് ലെവൽ കൂടിയാ. ഉത്തം സാറിനെ വിളിക്കൂലേ? ഉത്തം സാറെ എനിക്ക് ബിസിനസ്സിൽ വിജയിക്കണം വിളിക്കൂലേ? തീർച്ചയായിട്ടും വിളിക്കും. കാരണം നമ്മളെ കൊണ്ടുവന്ന ലീഡേഴ്സ് നമ്മൾ വിളിക്കും. ഈ ഒരു ലെവലിലേക്ക് കൂടി വരുമ്പോൾ നോക്കാം നമുക്ക് നെക്സ്റ്റ് ലെവൽ. നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഈഗിൾ എന്ന് പറഞ്ഞ ലെവലാണ്. ഈഗിൾ എന്ന് പറഞ്ഞ ലെവലിലേക്ക് വരുമ്പോൾ ടോട്ടല് നമ്മളിവിടെ പിന്നെ ഒരു 5,000 PV ചെയ്യുന്ന ഒരാളായി മാറിയാൽ മതി. കഴിഞ്ഞ മാസം എനിക്ക് കിട്ടിയെന്ന വരുമാനം എന്ന് പറഞ്ഞാൽ ഏകദേശം 1,00,000 സംതിങ് ഇൻകം ഉണ്ടായിരുന്നു. ഞാൻ ചെയ്തത് 5,000 PV ആണ്. ക്ലിയർ ആയില്ലേ? 5,000 PV ആണ്. നമുക്ക് ഡയമണ്ട് രവി OP ശർമ്മ സാറ് വാങ്ങിച്ചത് 50 ലക്ഷമാണ്. ആളും ചെയ്തത് 5,000 PV ആണ്. മനസ്സിലായില്ലേ? അപ്പൊ നോക്കാം. 5,000 PV ചെയ്യുന്നു. എ സൈഡിൽ 85,000 PV ചെയ്യുന്ന കുറച്ച് വ്യക്തികളെ ക്രിയേറ്റ് ചെയ്യുന്നു. ബി സൈഡിൽ 20,000 PV ചെയ്യുന്ന വ്യക്തികളെ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ ഓരോ ലെവലെത്തുന്നതനുസരിച്ച് കോൺഫിഡൻസ് ലെവൽ കൂടുന്നതനുസരിച്ച് ടീമിനെ ഡെവലപ്പ് ചെയ്യണം, പ്രോഗ്രാംസുകൾ കൊടുക്കണം, ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കണം. അങ്ങനെ ജോയിൻ ചെയ്യിക്കുമ്പോൾ ഈഗിൾ ലെവലിലേക്ക് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ 16,775 രൂപയാണ്. അതായത് 1,15,000ന്റെ 14%. അപ്പോ ഈ വ്യക്തികൾക്ക് എത്ര കൊടുത്തു? 10,200 കൊടുത്തു. ഈ വ്യക്തിക്ക് എത്ര കൊടുത്തു? 1,750 കൊടുത്തു. നമുക്ക് കിട്ടുന്ന ഇൻകം എത്ര? 4,775. മന്ത്ലി ബോണസ്, ഇയർലി ബോണസ്, ഫ്രീ പ്രൊഡക്ഷൻ കൂട്ടിയിട്ട് 7,358 ആയി. ഈഗിൾ ലെവൽ എത്ര പേര് ഈഗിൾ ലെവൽ ഉണ്ട്? ഓപ്പണർ ലെവൽ അച്ചീവേഴ്സ് എത്ര പേരുണ്ട്? ഓപ്പണർ മാഡം ഓപ്പണർ ലെവൽ. മാഡത്തിന് വേണ്ടി നല്ലൊരു ഗൈഡ് കൊടുക്കാം. ഈഗിൾ ലെവൽ അനീറ്റ മാഡം ഈഗിൾ ലെവലാണ് അല്ലേ? വേറെ ആരാണ് ഈഗിൾ ലെവലുള്ളത്? മാഡത്തിന് വേണ്ടി വിനോദ് സാർ ഈഗിൾ ലെവലാണ്. അപ്പൊ രണ്ടുപേർക്കും നല്ലൊരു ഗൈഡ് കൊടുക്കാം. കാരണം ഇവര് പറക്കാൻ തുടങ്ങി. കഴുകന്മാരായി ഇങ്ങനെ ഇനി പിന്നെ എവിടെ പോയാലും ഇങ്ങനെ കണ്ടൊക്കെ ഇങ്ങനെ തുറന്ന് ഇങ്ങനെ നോക്കി അല്ലേ സാറേ? ഇങ്ങനെ തഴയിലെ പോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ആസിമിലേക്ക് പറ്റുന്ന ആളാണോ? ആസിം പറയാൻ പറ്റുന്ന ആളാണോ? അവസരങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരിക. അപ്പൊ ഈ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഇൻകം നേരത്തെ പറഞ്ഞു റണ്ണർ ലെവൽ. നെക്സ്റ്റ് ഈഗിൾ ലെവലിലേക്ക് വരുമ്പോ കണ്ണു തുറന്നു പറക്കാൻ തുടങ്ങി. അടുത്ത ലെവലിലേക്ക് വരുമ്പോഴോ റണ്ണർ എന്താണ്? ഓടാൻ തുടങ്ങി, ഫാസ്റ്റായി. ഓടിക്കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ടോട്ടൽ 1,70,000 PV നമ്മൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ 28,900 രൂപ ഈ ഈഗിൾ ലെവലായ റണ്ണർ ലെവലായ എല്ലാവർക്കും കിട്ടും. അതിൽ എ ഗ്രൂപ്പിന്
എവിടെ എത്ര കിട്ടി? 12850. ബി ഗ്രൂപ്പിന് 2450. എത്ര കിട്ടി? സിജി മാഡത്തിന്റെ വരുമാനം എത്രയായി? റണ്ണറായി പോണം തുടങ്ങിയപ്പോ എത്രയായി വരുമാനം? 10933 വീട്ടിൽ വെറുതെ ഇരിക്കോ? എന്തെങ്കിലും സംശയം ഉണ്ടാ കിട്ടുമെന്നുള്ളത്? എന്താ ചോദിക്കാമെന്നല്ല ഇല്ല. ഓക്കെ, അതായത് ഒരു റണ്ണർ ലെവലായിരിക്കുമ്പോൾ നമ്മള് ഓടാൻ തുടങ്ങും. അടുത്ത നമ്മൾ വിന്നറിലേക്ക് എത്തും. വിന്നർ ലെവലിലേക്ക് നോക്കാം. നമുക്ക് വിന്നർ ലെവലിൽ വരുമ്പോ 2,60,000 PV ടോട്ടൽ വരികയും അതിന്റെ 19% 50,700 ടോട്ടൽ എല്ലാവർക്കും കൂടി ഡിവൈഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ 15,158 നേരത്തെ 10,000 ആയിരുന്നെങ്കിൽ ഇപ്പോ 15,158. എത്ര പേര് റണ്ണർ അച്ചീവേഴ്സ് ഉണ്ടെന്ന് ഹാൻഡിൽ ചെയ്യാം? റണ്ണർ അച്ചീവേഴ്സ് യെസ്, ജെയിംസ് സാറ്. വേറെ റണ്ണർ ഉള്ളത്? ഓക്കെ, ജെയിംസ് സാറിന് വേണ്ടി നല്ലൊരു വേണ്ടി കൊടുക്കാം നമുക്ക്. അപ്പോ വിന്നറിൽ വരുമ്പോ 15,158 15,158 ആകുമ്പോൾ വീണ്ടും കോൺഫിഡൻസ് ലെവൽ കൂടും. വിന്നർ വിജയലാളിതനായി അല്ലേ? എത്ര പേരുണ്ട് വിന്നർ അച്ചീവേഴ്സ്? എത്ര പേരുണ്ട്? ഒന്ന് ഹാൻഡിൽ ചെയ്യാമോ? അതൊക്കെ മേലെയാണെന്നുള്ളേ. നോക്കാം സാറേ. നെക്സ്റ്റ് നോക്കാം. നമുക്ക് കമ്പനി ആഗ്രഹിക്കുന്നതും നമ്മൾ ഓരോ വ്യക്തികളെ ആഗ്രഹിക്കുന്നതും. ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ട് ആദ്യം ഒരു സ്വപ്നം കണ്ട ഒരു ലെവലാണ് സ്റ്റാർ. കമ്പനി അംഗീകരിക്കുന്ന ഒരു പിൻ ലെവല്. നമുക്ക് ഇവിടെ കുത്താനായിട്ടത് ഒരു പിന്നി വരും. സ്റ്റാർ ലെവൽ ഇതല്ല, ഇതേമാതിരി ഒരു പിന്നി തരും. ആ പിന്നി കിട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം പൊതിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ വൈഫ് കൂടി ഇരിപ്പുണ്ട്. വൈഫൊക്കെ ആർ സി എമ്മില് എന്നെ അംഗീകരിക്കാൻ തുടങ്ങിയത് സ്റ്റാർ ലെവൽ എത്തിയപ്പോഴാണ്. കാരണം ഈ ഒരു വരുമാനം കിട്ടി തുടങ്ങിയപ്പോഴാണ് അംഗീകരിക്കാൻ തുടങ്ങിയത്. കാരണം അത്രയും നാൾ അവര് പറഞ്ഞിട്ടില്ല. വൈഫൊക്കെ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നും കിട്ടൂല, വെറുതെ സമയം കളയണ്ട. ഇത് കിട്ടാൻ തുടങ്ങി കഴിഞ്ഞപ്പോ കുറച്ചും കൂടി അംഗീകരിക്കാൻ തുടങ്ങി. ഇപ്പോ പേര് ലെവലിലേക്ക് വന്നപ്പോ കണ്ടില്ലേ, ആ കൂടെ വന്നു തുടങ്ങി. അതായത് ഇവിടെ ഇങ്ങനെ പൂജ്യം കൂടുമ്പോ വലതുവശത്ത് അല്ലെ, വലതുവശത്ത് പൂജ്യം കൂടുമ്പോ വീട്ടുകാരുടെ സ്നേഹം കൂടും. അത് പറഞ്ഞ സാറ് പറഞ്ഞാണ്, മൂർത്തി സാറ് പറഞ്ഞാണ്. വലത് സൈഡില് ഒരു ദിവസം ഞാൻ എന്നോട് സാറ് വിളിച്ച മൂർത്തി സാറ് പറഞ്ഞാണ് ഇങ്ങനെ സംസാരിച്ചപ്പോ വലത് സൈഡില് പൂജ്യം കൂടുന്നതനുസരിച്ച് വീട്ടുകാരുടെ സ്നേഹം കൂടിക്കൊണ്ടിരിക്കും. കാരണം സാറിനും അതേപോലെ തന്നെ അനുഭവസ്ഥനാണ് സാറ്. അപ്പോ ഒരു 21,558. എത്ര പേരുടെ സ്റ്റാർ അച്ചീവേഴ്സ് ഹാൻഡിൽ ചെയ്യാമോ? ഒന്ന് ഹാൻഡിൽ ചെയ്യാമോ? അതൊക്കെ പേരെയാണോ? എത്ര പേർക്ക് സ്റ്റാർ ആവണം? ഒന്ന് ഹാൻഡിൽ ചെയ്യാമോ? ഒന്ന് എണീക്കാമോ? സ്റ്റാർ ആവണം അച്ചീവേഴ്സ്. എനിക്ക് സ്റ്റാർ ആവണം. ഞാൻ ഇതേപോലെ തീരുമാനമെടുത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സ്റ്റാർ ആവാൻ സാധിച്ചത്. യെസ്, ഒരു നല്ലൊരു തീരുമാനമെടുക്കുക. സ്റ്റാർ അച്ചീവേഴ്സ് അതായത് 3.5 ലക്ഷം എ സൈഡും 3.5 ലക്ഷം ടോട്ടൽ വരികയും 2,80,000 എ സൈഡും ബി സൈഡ് 60,000 സെൽഫ് 5,000 ചെയ്ത് കഴിഞ്ഞാലാണ് സ്റ്റാർ എന്നൊരു ലെവലിലേക്ക് വരുന്നത്. പ്ലാൻ ചെയ്യുക, ലീഡേഴ്സിനോട് പറയുക, പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക. അങ്ങനെ ഒരു സ്റ്റാർ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാല് 21,558 രൂപ കിട്ടും. ഓക്കെ, അപ്പൊ സ്റ്റാർ ആവാനായിട്ട് തീരുമാനം എടുത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾക്കൊരു കീസോൺ കൈ കൊടുത്താലോ ഗോപാൽ സാറേ? ഓക്കെ, അപ്പോ നമ്മൾ സ്റ്റാർ വരെ എത്തി. സ്റ്റാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞാല് റോയൽറ്റി ആണ്. റോയൽറ്റി ഒക്കെ മേടിക്കുന്ന പറഞ്ഞാല് ഞാനൊന്നൊരു സ്വപ്നം പോലും കണ്ടിട്ടില്ല റോയൽറ്റി മേടിക്കുന്നു. കാരണം റോയൽറ്റി കിട്ടുന്ന ആർക്കെങ്കിലും വേണമെന്ന് പറയാമോ? റോയൽറ്റി വാങ്ങിക്കുന്ന ആരൊക്കെയാണ്? റോയൽറ്റി മേടിക്കുന്നുണ്ട്, അറിയാമോ? യേശുദാസ് റോയൽറ്റി മേടിക്കുന്നുണ്ട്. അങ്ങനെ പാട്ടുകാര്, എഴുത്തുകാര്, സയന്റിസ്റ്റുകൾ ഇവരൊക്കെ റോയൽറ്റി മേടിക്കുന്നതാണ്. നമ്മളെങ്ങനെയാണ്? ഞാനൊരു മാർക്കറ്റിംഗ് ഫീൽഡിൽ ജോലി ചെയ്ത ആളെങ്ങനെയാണ് റോയൽറ്റി മേടിക്കുന്നത്? എനിക്ക് മാർക്കറ്റിൽ ജോലി ചെയ്തപ്പോ റോയൽറ്റിക്ക് വരെ തെറിയാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. റിയലി, അതായത് ഓരോ മാസം ആളുകളുടെ നിന്നും അല്ലെങ്കിൽ മാനേജർമാരിൽ നിന്നും കമ്പനി എംപിയുടെ നിന്നും റോയൽറ്റി ആയിട്ട് കിട്ടുന്നത് ചീത്തവിളിയാണ്. പക്ഷെ ആസ്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോ റോയൽറ്റി എന്ന ഗോൾഡ് ലെവലിലേക്ക് വന്നപ്പോ റോയൽറ്റി കിട്ടുന്നത് എങ്ങനെയാണ് ഇതിന്റെ കാൽക്കുലേഷൻ? നമ്മളിവിടെ സെൽഫ് ഐഡിയിൽ 5,000 ചെയ്യുന്നുള്ളൂ. നമ്മളുടെ എ സൈഡിൽ ഒരു സ്റ്റാറിനെ കൊണ്ടുവരാം. നമ്മുടെ സ്റ്റാർ ആവുമ്പോൾ നെക്സ്റ്റ് ഒരു സ്റ്റാറിനെ കൊണ്ടുവരാം. ബി സൈഡ് ഒരു ഈഗിൾ അച്ചീവറെ കൊണ്ടുവരാം. അല്ലെങ്കിൽ 1,10,000 ചെയ്യുന്ന ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാം. ടോട്ടൽ എത്രയായി? 4,65,000 PVI. എത്ര രൂപ കമ്പനി തരും നമുക്ക്? 22% വെച്ച് 1,80,000
2300 രൂപ കമ്പനി തരും. അതിൽ നോക്കാം, എ സൈഡ് 77,000 കൊടുക്കും. എത്ര ശതമാനമാണ് കിട്ടുന്നത്? 3,22,000. നോക്കാം, 1,10,10,000ന്റെ 12%, 13,200. നമുക്ക് എത്ര കിട്ടി? 12,100. ഇതാണ് ഇൻസെന്റീവ് കേട്ടാ. റോയൽറ്റി കിട്ടുന്ന ഇൻസെന്റീവ് 12. അപ്പൊ നോക്കാം, ഇൻസെന്റീവ് എത്രയാണ്? 12,100. സ്റ്റാർ ആപ്പ് കിട്ടിയ ഇൻസെന്റീവ് എത്രയാണ്? മേഡം ഓർക്കുന്നുണ്ടോ? സ്റ്റാർ ആപ്പ് കിട്ടിയത് ഇവിടെ അല്ലേ? വീട്ടിലേക്ക് പോയാ എത്ര കിട്ടി? ആർക്കെങ്കിലും പറയാമോ? സ്റ്റാർ ആപ്പ് എത്ര ഇൻസെന്റീവ് കിട്ടി? 21,000. 21,000 ഇൻസെന്റീവ് കിട്ടി. നമുക്ക് സ്റ്റാറിൽ ഹൈ ആയിട്ടുള്ള ലെവലല്ല റോയൽറ്റി ഗോൾഡ്. അപ്പൊ എത്ര കിട്ടണം? അതിൽ കൂടുതൽ കിട്ടണ്ടേ? നമുക്ക് ഇവിടെ എത്ര കിട്ടിയത്? പ്രസാദ് സാറിന്റെ പോയിന്റ് ചെയ്യണ്ടേ? 12,100 കിട്ടിയുള്ളൂ. അപ്പൊ നമുക്ക് അതിന് പകരം കമ്പനി തരുന്നതാണ് റോയൽറ്റി കിട്ടി. റോയൽറ്റിക്ക് എത്രയാണ്? 10,500 റോയൽറ്റി കിട്ടി. അപ്പൊ 10,500 ഇതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് മൊത്തം നോക്കാം, എത്ര? 21,558 രൂപ. ഈ റോയൽറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ലക്ഷം വന്നു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ഈ റോയൽറ്റിയുടെ സ്ഥാനത്ത് ഇവിടെ എത്ര പെർസെന്റേജ് ആണ് റോയൽറ്റി കിട്ടുന്നത്? ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലോ, 3% കിട്ടും. 3% റോയൽറ്റി ആണ്. ഇവിടെ ഒരു 10 ലക്ഷം ആണെങ്കിലോ വരുന്നെങ്കിലോ 30,000 കിട്ടും. ഇതൊന്ന് നോട്ട് ചെയ്തോണ്ട് ഞാനും ശരിക്കും സംശയിച്ചു. കാരണം സ്റ്റാറിന് 21, ഓക്കെ. അപ്പൊ ഇത് 31 ആണ് കേട്ടോ. കൂടിയില്ലേ? വരുമാനം കൂടിയില്ലേ? ഓക്കെ. അപ്പൊ എത്ര പേര് റോയൽറ്റി എഡ്യൂക്കേഷൻ ഉണ്ട്? റോയൽറ്റി ഗോൾഡ് ഗോപാൽ സാറ്, പിന്നെ വേറെ ആരാണ്? ഓക്കെ, സാറിന് വേണ്ടി നല്ലൊരു ഗൈഡ്. എത്ര പേര് സാറ് സ്റ്റാർട്ട് ഒരു നല്ലൊരു ഗൈഡ് സാർ കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് സ്റ്റാർ ഗോൾഡ് അടുത്ത ലെവലിൽ. റോയൽറ്റി ഗോൾഡ് അനുസരിച്ച് പൈസ കൊടുക്കാം. കണ്ണു തുറന്ന് നോക്കണം, വീട്ടിലേക്കൊന്നും പോകരുത്. പശുവിനെ അടിച്ചു കെട്ടാനോ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാനോ ഒന്നും പോകരുത്. ഇവിടെ ശ്രദ്ധിക്കുക. നോക്കാം, നമുക്കൊരു റോയൽറ്റി സ്റ്റാർ ഗോൾഡ് അച്ചീവർക്ക് എത്ര കിട്ടിയത്? 5,20,000 PV വന്നിട്ട് അല്ലേ? നോക്കാം, ഡിവൈഡ് ചെയ്തത് നമ്മൾ എന്താണ് ചെയ്തത്? ഇവിടെ 5,000 PV ചെയ്തു. നമ്മള് എ സൈഡില് 3.5 ലക്ഷം ചെയ്യുന്ന ഒരാളെ ക്രിയേറ്റ് ചെയ്തു. ബി സൈഡില് 1,70,000. നമ്മളുടെ സെൽഫുകൾ കൂട്ടി ഇവിടെ 1,70,000 വന്നു. അപ്പൊ എത്ര റോയൽറ്റി ഗോൾഡ് ആയി? ഇവിടെ എഴുതിയിട്ടുണ്ട് 3 ലക്ഷം. 3 ലക്ഷം എ സൈഡും 1,70,000 ബി സൈഡും വന്നു കഴിഞ്ഞാല് നമുക്ക് ഇവിടെ റോയൽറ്റിയുടെ ബോണസും കൂടി എഴുതിയിട്ടുണ്ട്. നോക്കാം, 11ാമത്തെ പോയിന്റ് ആണ് കിട്ടുന്നത്. നോക്കാം, നമുക്ക് എത്ര ടോട്ടൽ കിട്ടിയെന്ന് നോക്കാം. 5,52,000ന്റെ 5,20,000ന്റെ 22% എന്ന് പറഞ്ഞാല് 1,14,400 രൂപ ഈ വ്യക്തികൾക്ക് എല്ലാവർക്കും കൂടി കമ്പനി തരും. കമ്പനി തന്നെ ഡിവൈഡ് ചെയ്തോളും. നമ്മൾ അതൊന്നും ടെൻഷൻ അടിക്കില്ല. 1 രൂപ പോലും കുറവില്ല. അതൊക്കെ കമ്പനിന്ന് സമ്മതിച്ചിരിക്കുന്നു. പിന്നെ വേണം അല്ലേ? 7-ാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നിരിക്കും. ചില ദിവസം 6-ാം തീയതി കിട്ടാറുണ്ട്. അതിന് ഹാപ്പിയാവുക. നോക്കാം, നമുക്ക് ഇവിടെ എത്ര കിട്ടി? ബി സൈഡ് ഇവിടെ എ സൈഡ് 3 ലക്ഷം 22% 77,000 രൂപ. ബി സൈഡില് 1,60,000ന്റെ 14% 23,925 രൂപ. ഇൻസെന്റീവ് എത്രയാ? കുറച്ച് കൂടിയല്ലേ? സ്റ്റാറിൽ കുറച്ച് കൂടിയ ഇൻസെന്റീവ് 13,475. ഇവിടെ റോയൽറ്റി 3 എന്നുള്ളത് 4% 15,750. എത്ര കിട്ടി? വാവ്, സൂപ്പർ. 42,262. ജോലി ഏതെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് നിന്നാണ് എന്ത് ചെയ്യും? ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അക്കൗണ്ടിലേക്ക് പൈസ വേറൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കണം. അതിനോടൊപ്പം ആർസിയും ചെയ്യാണ്. ആർസിയും ചെയ്യുമ്പോൾ ഈ ഒരു വരുമാനം മാഡത്തിന്റെ അക്കൗണ്ടിലേക്ക് വരും. മാഡം എന്ത് ചെയ്യും? നല്ലൊരു കാര്യം, ജോലി റിസൈൻ ചെയ്യുന്നത്. അതിന് മുമ്പ് ജോലി റിസൈൻ ചെയ്യണം കേട്ടോ. അപ്പൊ ഇവിടെ എത്ര? 42,268 രൂപ നമുക്ക് കിട്ടി. റോയൽറ്റി സ്റ്റാർ ഗോൾഡ്. എത്ര പേരുണ്ട്? ഹാൻഡിൽസ് ചെയ്യാമോ? സുരേഷ് സാറ്, ശോഭ മാഡം, പവർഫുൾ ലീഡേഴ്സ് ആണ്. രണ്ടുപേർക്ക് നല്ലൊരു കൈ കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് ലെവല് മാറ്റിലോണ്. മാറ്റിൽ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ 5,000 PV ചെയ്യുന്ന ഒരു വ്യക്തി, നമ്മൾ എ സൈഡിൽ 3 ലക്ഷം, ബി സൈഡിൽ ഇവിടെ ബി സൈഡിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എ സൈഡിൽ മിനിമം മതി 3 ലക്ഷം. ഇവിടെ ബി സൈഡിൽ കൂടണം. ബി സൈഡ് നമ്മൾ കൂട്ടണം. നമ്മളുടെ വർക്കിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മളൊരു വർക്ക് ചെയ്യുന്നുണ്ട്, ആർസിയും ചെയ്യുന്നുണ്ട്. നമ്മുടെ റിസൾട്ട് വരുന്നത് ഇവിടെ നിന്നാണ്. ബി സൈഡ് എത്ര
ജോയിനിങ് വരുന്നു, എത്ര വോളിയം വരുന്നു, ഇവിടെ നിന്നാണ് നമ്മുടെ റിസൾട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് 2,50,000 ടോട്ടലി 2,60,000, ഇവിടെ 3 ലക്ഷം വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറഞ്ഞാല് എത്രയാണ്? 4,89,053 രൂപ. 48,953 രൂപ. എത്ര പേര് പ്ലാറ്റിനം അച്ചീവേഴ്സ് ഒന്ന് ചെയ്യാമോ? അല്ലെങ്കിൽ ഒന്ന് ആരും തന്നെയില്ല, അതിക്ക് മേലാണ്. നോക്കാം, നെക്സ്റ്റ് ലെവലിലേക്ക് നോക്കാം. നെക്സ്റ്റ് സ്റ്റാർ പ്ലാറ്റിനം. സ്റ്റാർ പ്ലാറ്റിനം എന്ന് പറയുമ്പോൾ നമ്മൾ 5,000 ചെയ്യുന്നു. നമ്മളുടെ എ സൈഡിൽ വലത് സൈഡിൽ 3 ലക്ഷവും ഇടത് സൈഡിൽ 3 ലക്ഷവും. ഈ സാർ പറയുന്ന ഒരു മന്ത്രമാണ്. ഈ പോക്കറ്റിൽ, അതായത് വലത് കയ്യില് 3 ലക്ഷം, ഇടത് കയ്യിൽ 3 ലക്ഷം, എന്റെ പോക്കറ്റില് 50,000. ഈ ഒരു ലെവലിൽ സ്റ്റാർ പ്ലാറ്റിനം കിട്ടിയ നോക്കാം. ടോട്ടൽ 7 ലക്ഷം PV ജനറേറ്റ് ആവും. അതിന്റെ 22% തരുള്ളൂ കേട്ടോ കമ്പനി. 22% തരുള്ളൂ. 22% വരുമ്പോ 1,54,000 രൂപ നമുക്ക് ടോട്ടൽ തരും. അതില് എ സൈഡിൽ 3,22,000 77,000 കൊടുത്തു. ബി സൈഡിൽ 3,40,500 19%, അതായത് 67,275. ടോട്ടൽ ഇൻസെന്റീവ് എത്രയാണ്? 9,725. എ സൈഡിലെ റോയൽറ്റി എത്രയാണ്? 28,000. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ 3 ലക്ഷം നമ്മളുടെ റോയൽറ്റി ഗോൾഡ് എത്തുമ്പോ 3 ലക്ഷം, ഇവിടെ ബിസിനസ് റോയൽറ്റി സ്റ്റാർ പ്ലാറ്റിനം 3 ലക്ഷമാണ് വന്നത്. മിനിമം ഒരു 10 ലക്ഷം കൂട്ടിക്കോ. 10 ലക്ഷം വരുമ്പോ എത്രയും 10 × 8 എത്രയും 80,000 രൂപ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ റോയൽറ്റി ഇവിടെ ഈ കാണുന്ന റോയൽറ്റി ഇൻകത്തിന് പകരം ഇവിടെ 28,000 പകരം ഇവിടെ 10 ലക്ഷം PV ആണെങ്കിൽ ഇവിടെ 28,000 പകരം 80,000 PV ഉണ്ടാവും. 80,000 രൂപ കിട്ടും. അപ്പൊ എത്രയായി? ഏകദേശം 1 ലക്ഷം രൂപയോളം നമുക്ക് കിട്ടും. ഈ ഒരു ലെവലിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ തന്നെ 52,988 കിട്ടും. നമ്മുടെ സ്റ്റാർ പ്ലാറ്റിനം അച്ചീവേഴ്സ് ഉത്തം സാറ്, അതേപോലെ തന്നെ സത്യഭായ് സാറ് ഒക്കെ സ്റ്റാർ പ്ലാറ്റിനം അച്ചീവേഴ്സ് ആണ്. അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു കീസർ നമുക്ക്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ലെവൽ ടെക്നിക്കൽ ലെവലാണ്. നോക്കാം നമുക്ക്. 5 ലക്ഷം ലെവലൊക്കെ മാറി. ഇനി പെർസെന്റേജ് ഒന്നും പറയുന്നില്ല, കൃത്യമായിട്ട് കമ്പനി അപ്പൊ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് ക്യാഷ് അക്കൗണ്ടിലേക്ക് ഇട്ടോളും. നോക്കാം നമുക്ക്. 5 ലക്ഷം എ സൈഡും 5 ലക്ഷം ബി സൈഡും വന്നു കഴിഞ്ഞാൽ അതിന്റെ പെർസെന്റേജ് വരുന്നത് 1% ടെക്നിക്കൽ ബോണസ് കിട്ടും. പേൾ എന്നൊരു ലെവലിൽ കിട്ടുന്ന മിനിമം ഇൻകം 50,000 രൂപ. മിനിമം ഇൻകം മാക്സിമം എത്ര വേണമെങ്കിലും കിട്ടാൻ സാധിക്കും, പ്ലസ് ബോണസ്. അപ്പൊ നമുക്ക് ഇവിടെ ഒത്തിരി ടെക്നിക്കൽ അച്ചീവേഴ്സ് ഉണ്ട്. നമ്മളുടെ രമ്യ മാഡം, നല്ലൊരു ഗൈഡ് കൊടുക്കാം. അശോകൻ സാർ, അതുപോലെ തന്നെ ഞാൻ ഒരു ടെക്നിക്കൽ അച്ചീവർ ആണ്. അപ്പോ എനിക്ക് വേണ്ടി ഇതുപോലെ നിങ്ങൾ നല്ലൊരു ഗൈഡ് കൊടുക്കാം. എന്തായാലും ഓക്കെ, ഈ ഒരു പേൾ ലെവലിൽ എത്താനായിട്ട് നമ്മളൊന്ന് ഡ്രീം ചെയ്യാം. ആദ്യം ഡ്രീം ചെയ്യേണ്ടത് സ്റ്റാർ കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവല് പേൾ. ആ പേൾ ലെവലിൽ എത്താനായിട്ട് നമുക്കൊരു കടമ്പയും കൂടി ഉണ്ട്. 3 മാസം സ്റ്റാർ പ്ലാറ്റിനം എന്നൊരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാം. ഉത്തം സാറും സഞ്ജയ് സാറൊക്കെ കൂട്ടരാടി താമസിയാതെ തന്നെ പേരിലേക്ക് വരും. ഒരുപാട് ടെക്നിക്കൽ അച്ചീവേഴ്സ് നമ്മുടെ ബാബു സാറിന്റെ ടീമിൽ നിന്ന് നിരനിരയായിട്ട് ടെക്നിക്കൽ അച്ചീവേഴ്സ് ആയിട്ട് വേണം നമുക്ക്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ലെവലാണ് സ്റ്റാർ പേൾ. സ്റ്റാർ പേൾ എന്ന് പറയുമ്പോൾ 10 ലക്ഷം എ സൈഡും 10 ലക്ഷം ബി സൈഡും നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് 70,000. നമുക്കൊരു സ്റ്റാർ പേൾ അച്ചീവേഴ്സിന് ഒരു അച്ചീവറെ കാണണ്ടേ? നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ശിവപ്രസാദ് സാറ് നല്ലൊരു ഗൈഡ് സാറിന് വേണ്ടി കൊടുക്കും നമുക്ക്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ലെവലാണ് 22 ലക്ഷം എ സൈഡും 22 ലക്ഷം ബി സൈഡും നമുക്ക് കിട്ടുന്നത് 2.5% ടെക്നിക്കൽ ബോണസ് കിട്ടുന്നത്. എമറാൾഡ് ടെക്നിക്കൽ ലെവൽ ആയി കഴിഞ്ഞാൽ അടുത്ത ആൾ നമ്മളുടെ ഓരോ വ്യക്തികളുടെയും സ്വപ്നമാണ് എമറാൾഡ്. അപ്പോ എമറാൾഡ് എന്നൊരു വ്യക്തി കിട്ടുന്നത് 1 lakh ആണ്, 1 ലക്ഷം. നമ്മളുടെ മാത്രമായിട്ടുള്ള ഒരു സ്വന്തം എമറാൾഡ് അച്ചീവർ ഇവിടെ ഉണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ഗ്രേറ്റ് മെമ്പർ ആയിട്ടുള്ള ബാബു സാറിന് വേണ്ടിയിട്ട് നല്ലൊരു ഗൈഡ് കൊടുക്കാൻ നമുക്ക്. ബാബു സാറിന് ഗൈഡ് കൊടുക്കാൻ ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ലെവലാണ് 48 ലക്ഷം ബി സൈഡ് 48 ലക്ഷം എ സൈഡും 3% സ്റ്റാർ എമറാൾഡ് 1,70,000 രൂപ മിനിമം. മാക്സിമം എത്ര വേണമെങ്കിൽ കിട്ടാം. അതിന്റെ കൂടെ നമ്മള് മന്ത്ലി ബോണസ് ഇയർലി ബോണസ് ഒന്നും കൂട്ടിയിട്ടില്ല. അതൊക്കെ കൂട്ടുകയാണെങ്കിൽ ഏകദേശം ഒരു 2 ലക്ഷത്തിൽ കവർ ചെയ്യും.
അപ്പോ സ്റ്റാർ എമറാൾഡ് അച്ചീവേഴ്സ് നമ്മൾക്ക് ഒത്തിരി പേരുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഗിരീഷ് സാറ്, ഡോക്ടർ രാജൻ സാറ്, അർജുൻ സാറ്, സജീവ് കുമാർ സാർ, ഇങ്ങനെ നേരെ നീണ്ടത്. ഇപ്പൊ എനിക്ക് കുറച്ച് അറിയുമ്പോ സ്റ്റാർ എമറാൾഡ് ഒന്നും പറയാൻ പറ്റില്ല. എമറാൾഡ് ഞാൻ എല്ലാവരും പറയാതിരുന്നെന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാവരും പേര് കിട്ടില്ല. ഓക്കെ, ഇവിടെ സ്റ്റാർ എമറാൾഡ് നോക്കിയേ, 1,70,000. ഒരു വീട്ടിൽ 2 സ്റ്റാർ എമറാൾഡ് ഒരു ഫാമിലി കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? കണ്ടിട്ടുണ്ടോ? 9ാം തീയതി വരെ എനിക്ക് കാണാൻ പറ്റും. കറുവട്ടിയില് 9ാം തീയതി വരെ എനിക്ക് പുതിയ ആളുകളോടാണ്. ഡോക്ടർ രാജൻ സാറും മകൻ അർജുൻ സാറും 2.5 ലക്ഷം രൂപ വെച്ച് ഒരേ സമയം ഒരേ 2 അക്കൗണ്ടിലേക്ക് കിട്ടുന്നു സ്റ്റാർ എമറാൾഡ്. ഓക്കെ, ആ സ്റ്റാർ എമറാൾഡ് അച്ചീവേഴ്സിന് വേണ്ടിയിട്ട് നല്ലൊരു കൈ കൊടുക്കാം നമുക്ക്. നെക്സ്റ്റ് ലെവലാണ് 1 കോടി എ സൈഡും 1 കോടി ബി സൈഡും വന്നു കഴിഞ്ഞാൽ റൂബി മിനിമം 2 ലക്ഷം. നമ്മളുടെ ഗ്രേറ്റ് നമ്മളുടെ തിരുവനന്തപുരത്തിന്റെ പ്രിയപ്പെട്ട ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ബിനു സാറ് എന്ത് കാര്യത്തിനും അല്ലേ, ഇവിടെ ഉള്ള സീനിയർ ലീഡേഴ്സിനൊക്കെ അറിയാൻ പറ്റും. എന്ത് കാര്യത്തിനും നമ്മൾ വിളിച്ചു കഴിഞ്ഞാല് വളരെ നല്ല രീതിയിൽ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി അല്ല സാറേ. നമ്മളൊരു കോള് വിളിച്ചു കഴിഞ്ഞാല് അപ്പൊ തന്നെ റൂബിയാണെന്നുള്ള ലേബിൾ മാത്രമുള്ള ആളെ തന്നെ വിളിച്ചു കഴിഞ്ഞിട്ട് വളരെ സിമ്പിൾ ആയിട്ട് സംസാരിക്കും. നമ്മുടെ റൂബി അച്ചീവർ ആയിട്ടുള്ള ബിനു സാറിന് വേണ്ടിയിട്ട് ഹൃദയത്തിൽ നിന്നൊന്ന് നല്ലൊരു കൈ കൊടുക്കാം. നെക്സ്റ്റ് ലെവലാണ് സഫയർ അല്ലേ, സ്റ്റാർ റൂബി. 2 കോടി എ സൈഡ് 2 കോടി ബി സൈഡ് വന്നു കഴിഞ്ഞാൽ സ്റ്റാർ റൂബി ഏകദേശം ഒരു 4 ലക്ഷം രൂപയോളം നമുക്ക് വരുമാനം കിട്ടും. നമ്മുടെ സ്റ്റാർ റൂബി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സുയിസാറുണ്ട്. സുയിസാറിന് നമുക്കൊന്ന് നല്ലൊരു കൈ കൊടുക്കാം. നമ്മള് അച്ചീവേഴ്സിനും ഗ്രേറ്റ് ലീഡേഴ്സിനും വേണ്ടി നമ്മൾ കൈയടിച്ചാലാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ കൂടെ ആളുകൾ കൈയടിക്കാൻ വരുള്ളൂ അല്ലേ. നോക്കാം, അടുത്തൊരു ലെവല് 5 കോടി വന്നു കഴിഞ്ഞാല് സഫയർ എന്ന റാങ്കിലാണ് വരുന്നത് 8 ലക്ഷം രൂപ. നമ്മളുടെ സഫയർ ആരാണ്? സിആർ മൂർത്തി സാർ അല്ലേ. സിആർ മൂർത്തി സാറും അഖില മാഡവും നമ്മളെല്ലാം ഗ്രേറ്റ്, നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് സിആർ മൂർത്തി സാറും അഖില മാഡവും. അഖില മാഡത്തിനും സിആർ മൂർത്തി സാറിനും ഡോക്ടർ ഹരി സാറിന് വേണ്ടിയിട്ട് നല്ലൊരു കൈ നമുക്ക് കൊടുക്കാം. അതോടൊപ്പം തന്നെ സ്റ്റാർ സഫയർ 10 കോടി എ സൈഡ് 10 കോടി ബി സൈഡ് വന്നു കഴിഞ്ഞാൽ സ്റ്റാർ സഫയർ മിനിമം 15 ലക്ഷം രൂപ. 25 കോടി വന്നു കഴിഞ്ഞാല് ഡയമണ്ട് 25 ലക്ഷം. ഡയമണ്ടിനെ കണ്ടിട്ടുണ്ടോ? എത്ര പേര് ഡയമണ്ടിനെ കണ്ടിട്ടുണ്ട്? ഡയമണ്ടിനെ കണ്ടു കഴിഞ്ഞ് ഡയമണ്ടിന്റെ അടുത്ത് പോയിട്ട് ഒരു കൈയൊക്കെ കൊടുത്ത് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയമണ്ട് ആവും. ഞാൻ കൈ കൊടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് എന്തായാലും ഞാൻ ഡയമണ്ട് ആവും. നിങ്ങൾ ഓരോരുത്തരും ഡയമണ്ട് ആവുന്ന തീരുമാനം എടുക്കുക. നമ്മുടെ ഡയമണ്ട് സുരേന്ദ്ര ഭട്ട് സാറിന് വേണ്ടിയിട്ട് നല്ലൊരു കൈ നമുക്ക് കൊടുക്കാം. കൈയടിച്ചോട്ടാ, കാരണം കൈയടിക്കുമ്പോഴും നമ്മളുടെ ദരിദ്രരേഖ മാറി സമ്പന്നരേഖയായിട്ട് മാറും. കേട്ടില്ലേ? കേട്ടില്ലേ? നമ്മൾ സർക്കാരായിട്ട് കൈയടിക്കാം. പിന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പാസ് ചെയ്യാനായിട്ട് കൈയടിക്കാനായിട്ട് ബലം പിടിച്ചിരിക്കുന്നവർക്ക് ബ്ലഡ് സർക്കുലേഷൻ വളരെ പതുക്കെ ആയിരിക്കും. പക്ഷെ കൈയടിച്ച് നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചോ, നല്ല ഊർജ്ജസ്വലരായിരിക്കും, ബ്ലഡ് നല്ല രീതിയിൽ പാസ് ചെയ്യും. അപ്പൊ നോക്കാം, അടുത്ത ലെവലാണ് 50 കോടി എ സൈഡ് 50 കോടി ബി സൈഡ് 50 കോടി. നമ്മളെല്ലാവരും സ്വപ്നം കാണുന്ന ഒരു ലെവൽ സ്റ്റാർ ഡയമണ്ട് നമ്മുടെ രവി ഒ.പി. ശർമ്മ സാറാണ്. എത്ര പേര് കണ്ടിട്ടുണ്ട് രവി ഒ.പി. ശർമ്മ സാറ്? കണ്ടിട്ടുണ്ട്. എത്ര പേര് അടുത്ത് കൈ കൊടുത്തിട്ടുണ്ട്? ഞാൻ കൈ കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് സ്റ്റാർ ഡയമണ്ട് ആവണം. നിങ്ങൾ വരുമ്പോ സാറ് വരുമ്പോ പോയി അടുത്തിരിക്കുക, സെൽഫി എടുക്കുക, കൈ കൊടുക്കുക, ഒന്നും ഒരു കുഴപ്പമില്ല, അടിപൊളി പറ്റും. അതായത് വരും തലമുറയുടെ ബിസിനസ് ആണെന്ന് തെളിയിച്ച ഒരു വ്യക്തിത്വമാണ്. ഏകദേശം ഒരു 30 ഇടയിലുള്ളത് അല്ലേ, ചുള്ള പയ്യൻ. ഓക്കെ, വരും തലമുറയുടെ ബിസിനസ് ആണെന്ന് തെളിയിച്ച ഒരു വ്യക്തി. അച്ഛനിൽ നിന്ന് ആദ്യം ഏറ്റെടുത്തു. അച്ഛൻ ഡയമണ്ട് എന്ന പദവിയിൽ നിന്നും മകന് കൊടുത്തപ്പോൾ മകൻ സ്റ്റാർ ഡയമണ്ട് ആയി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ മന്ത്ലി കിട്ടുന്ന വരുമാനം. നോക്കാം, എവിടെ എന്തോ എഴുതിയിട്ടുണ്ട്. താങ്ക് യു.